ഈദ് ദിനത്തിൽ രാജ്യത്ത് ബാങ്കുകൾക്ക് അവധിയില്ലെന്ന് കേന്ദ്ര സർക്കാർ. വർഷാവസാന ഇടപാടുകൾക്കായി മാർച്ച് 31-ന് ബാങ്കുകൾ തുറന്നിരിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം RBI ആണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി സിബി ചേരുകയാണ് ദില്ലിയിൽ നിന്നും. സിബി, ഇപ്പോൾ ഇങ്ങനൊരു ഉത്തരവ് വന്നിരിക്കുകയാണ്. അതായത് ഈദ് ദിനത്തിലാണ് രാജ്യത്ത് ബാങ്കുകൾക്ക് അവധിയില്ല എന്ന് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സിന്ധൂരി, ഇതിൽ കേന്ദ്ര സർക്കാർ പറയുന്ന ഒരു വിശദീകരണം മാർച്ച് 31 സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിനമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ഇടപാടുകൾക്ക് വേണ്ടി ബാങ്കുകൾ തുറന്നിരിക്കാവുന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. ഈ നിർദ്ദേശപ്രകാരമാണ് RBI ഇപ്പോൾ മാർച്ച് 31, അത് ഈദ് ദിനത്തിന്റെ അവധിയാണെങ്കിൽ പോലും അന്ന് ബാങ്കുകൾക്ക് പൊതു അവധിയായിരിക്കില്ല എന്നുള്ളൊരു നിർദ്ദേശം അല്ലെങ്കിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ ബാങ്കുകളും അന്ന് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കണം. പ്രത്യേകിച്ച് ടാക്സ് ഉൾപ്പെടെ എല്ലാ നിലയും പൊതുജനങ്ങൾക്ക് അടയ്ക്കേണ്ടതുണ്ടെങ്കിൽ ആ അടയ്ക്കാനുള്ള സൗകര്യം അന്ന് ബാങ്കുകളിൽ ഉണ്ടായിരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ RBIക്ക് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബാങ്കുകളെല്ലാം നിലയും അന്ന് പൊതു അവധിയില്ലാതെ തുറന്നു പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. നമുക്കറിയാം, ഈദ് ദിനത്തിൽ മുസ്ലിം വിഭാഗത്തെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ഈദുൽ ഫിത്തർ എന്ന് പറയുന്നത്. ആ ദിവസം ഇത്തരത്തിൽ മാർച്ച് 30 ആണെങ്കിൽ പോലും ഈ ബാങ്കുകൾക്ക് അവധിയില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി മറ്റുള്ള ചില ഈ ഹോളി ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ വലിയ ബാങ്കുകൾക്ക് അവധി എടുക്കുന്നു. മാത്രമല്ല, അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തിൽ പോലും ബാങ്കുകൾക്ക് പൊതു അവധി പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാരാണ് ഈ ഈദ് ദിനത്തിൽ ഇത്തരത്തിലൊരു സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ അവധി ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യവും. എന്തായാലും ഈദ് ദിനത്തിൽ രാജ്യത്തെ ബാങ്കുകൾ തുറന്നു പ്രവർത്തിക്കണം, അന്ന് അവധി ഉണ്ടായിരിക്കില്ല എന്നപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ആ നിർദ്ദേശപ്രകാരം ഇപ്പോൾ RBI വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. സിബി, ഒരു മതവിഭാഗത്തിന്റെ ആഘോഷങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ആഘോഷങ്ങൾക്ക് വിലക്ക് കൽപ്പിക്കുന്ന ഒരു നടപടിയായിട്ടില്ലേ നമുക്കിത് കാണേണ്ടി വരുന്നത്? സാധാരണഗതിയിൽ ഒരു ഭാഗിക അവധി പോലും കൊടുക്കാതെ എല്ലാവരും തന്നെ ജോലിക്ക് ഹാജരാകണം എന്നൊരു നിർദ്ദേശമല്ലേ ഇപ്പോൾ കേന്ദ്രം പുറപ്പെടുവിച്ചിരിക്കുന്നത്? സിന്ധൂര്, തീർച്ചയായും ഇത് BJP ഭരിക്കുന്ന സർക്കാരിന്റെ ഒരു രാഷ്ട്രീയമായ അജണ്ട, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയമായ അജണ്ട മാത്രമല്ല, പ്രത്യേകിച്ച് ഒരു പ്രത്യേക മതവിഭാഗത്തോടുള്ള ഒരു സമീപനമെല്ലാം തന്നെയും മുൻകാലങ്ങളിൽ നമുക്ക് അനുഭവമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയവും ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതും. കാരണം ഒരു ഈദ് ദിനം മുസ്ലിം വിഭാഗത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. മാത്രമല്ല, നമുക്കറിയാം, ഈ ഇപ്പോൾ തന്നെ ഈ റംദാൻ അതൊക്കെ ആഘോഷങ്ങൾക്ക് ഇടയിലെല്ലാം തന്നെയും പൊതു ഇടങ്ങളിൽ നിസ്കരിക്കാൻ പാടില്ല. പൊതു നിരത്തുകളിൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവരുടെ പാസ്പോർട്ട് ഉൾപ്പെടെ റദ്ദാക്കുമെന്നെല്ലാം തന്നെയും UP-യിലും മീററ്റിലും ഒക്കെ അവിടെ സർക്കാരുകൾ പ്രത്യേകമായ നിർദ്ദേശം ഇപ്പോൾ ഉത്തരവിറക്കി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഹോളി ദിവസങ്ങളെല്ലാം തന്നെയും എല്ലാ പൊതു ഇടങ്ങളിലും വഴിയോരങ്ങളിലും അവിടെ മുസ്ലിം പള്ളികൾ പോലും വലിയ ടാർപോളിൻ മറച്ച് വെച്ച ശേഷമാണ് അന്ന് ഹോളി ആഘോഷിച്ചത്. മാത്രമല്ല, അതോടൊപ്പം തന്നെ എല്ലാ പൊതു നിരത്തുകളിലും ഇത്തരത്തിൽ ഈ ഹോളി ആഘോഷങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായും ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് ഈദ് ആഘോഷത്തിലേക്ക് വരുമ്പോൾ ഈ നിരത്തുകളിൽ ആഘോഷിച്ചു കഴിഞ്ഞാൽ കേസെടുക്കുമെന്നെല്ലാം തന്നെയും പ്രത്യേകമായ നിർദ്ദേശം സർക്കാർ ഉത്തരവ് തന്നെ ഇറക്കിയിരിക്കുന്നു. പോലീസ് കൃത്യമായി നിർദ്ദേശം നൽകിയിരിക്കുന്നു. മാത്രമല്ല, ഇവരുടെ പാസ്പോർട്ട് അടക്കം റദ്ദാക്കുമെന്ന ഭീഷണി ഉൾപ്പെടെല്ലാം തന്നെയും ഇവിടെ നോർത്ത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഈ UP-യിലെല്ലാം തന്നെയും പുറപ്പെടുവിച്ച ഒരു സാഹചര്യം കൂടി ഉണ്ട്. അവിടെയാണ് ഈ ഒരു ബാങ്കുകൾക്കും അവധിയില്ല എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പ്രത്യേകമായി ഇത് എടുത്തു പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ആ രീതിക്കും വിലയിരുത്തേണ്ടി വരും. സിന്ധൂരി, വ്യക്തമാണ്. സിബി, ഈദ് ദിനത്തിൽ രാജ്യത്ത് ബാങ്കുകൾക്ക് അവധിയില്ലെന്ന് കേന്ദ്ര സർക്കാർ. വർഷാവസാന ഇടപാടുകൾക്കായി മാർച്ച് 31-ന് ബാങ്കുകൾ തുറന്നിരിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം RBI ആണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിലൂടെ കേന്ദ്രത്തിന്റെ വർഗീയ അജണ്ടയാണ് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുന്നത്. സിബി ജോസഫാണ് വിശദാംശങ്ങൾ നൽകിയത്.